ആലപ്പുഴ ആറാട്ടുപുഴയിൽ തെരുവുനായുടെ ആക്രമണത്തിൽ വയോധികയ്ക്ക് ദാരുണാന്ത്യം. തകഴി സ്വദേശി കാർത്തിയാനിക്കാണ് ജീവൻ നഷ്ടമായത്. മുഖവും ശരീരവും നായ കടിച്ചുകീറുകയായിരുന്നു. ആറാട്ടുപുഴയിലെ മകന്റെ വീട്ടിൽ ക്രിസ്മസ് ആഘോഷിക്കാൻ എത്തിയതായിരുന്നു 81-കാരിയായ വയോധിക. അല്ലമീൻ വിവരങ്ങളുമായി. അല്ലമീൻ, ദാരുണമായ സംഭവമാണ്. എന്താണിപ്പോൾ അറിയാനാകുന്നത്? സ്മൃതി, ആഘോഷ തീർപ്പിനായി അല്ലെങ്കിൽ ആഘോഷത്തിന് വേണ്ടി മകൻ്റെ വീട്ടിലേക്ക് എത്തിയതാണ് ആലപ്പുഴ തകഴി സ്വദേശിയായ കാർത്തിയാനി അമ്മ. അമ്മ വീട്ടിലെത്തിയതിനു ശേഷം മകനും ഭാര്യയും മറ്റു ചില ആവശ്യങ്ങൾക്ക് വേണ്ടി പുറത്തേക്ക് പോയിരുന്നു. അമ്മ മാത്രമാണ്, കാർത്തിയാനി അമ്മ മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. 5 മണിയോടുകൂടിയാണ് ഈ അപകടം ഉണ്ടായത് എന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത്. തെരുവ് നായ ശരീരമാസകലം കടിച്ചു കീറുന്നൊരു സാഹചര്യം. കാർത്തിയാനി അമ്മയുടെ മുഖം, ആ ഫോട്ടോ കാണുമ്പോൾ തന്നെ നമ്മൾ ഞെട്ടിത്തെരിച്ചു പോകും. ഒരു കണ്ണ് മാത്രമാണ് മുഖത്ത് അവശേഷിക്കുന്നത്. ആ രീതിയിൽ മുഖം പൂർണ്ണമായും തെരുവ് നായ കടിച്ചു പറിച്ചെടുത്തൊരു സാഹചര്യത്തിലായിരുന്നു. പ്രതിരോധിക്കാൻ പോലും ആ കാർത്തിയാനിയമ്മയ്ക്ക് ആയില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത്. 88 വയസ്സുണ്ട്. സ്വാഭാവികമായും തിരുവനായുടെ ആക്രമണത്തെ പ്രതിരോധിക്കാനുള്ള അല്ലെങ്കിൽ ഓടി മാറാനുള്ള ഒരു ആരോഗ്യാവസ്ഥ അവർക്കില്ല. ഇത് മാത്രമല്ല, സമീപത്താരും ഈ ആക്രമണം കണ്ടില്ല എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. കുറേ നേരം കഴിഞ്ഞ് ഈ കുടുംബക്കാരൊക്കെ വന്നതിന് ശേഷം വരുമ്പോഴാണ് വീട്ടുമുറ്റത്ത് രക്തം വാർന്ന് കാർത്തിയാനിയമ്മ കിടക്കുന്നത് മനസ്സിലാക്കുന്നത്. എന്ത് സംഭവിച്ചു എന്ന് പോലും അവർക്കറിയാൻ സാധിച്ചിരുന്നില്ല. പിന്നീട് പരിസരത്ത് ഈ ചോര ഒലിപ്പിച്ച നിലയിൽ ഒരു തെരുവുനായെ കണ്ടപ്പോഴാണ് തെരുവുനായ ആക്രമണത്തിലാകും കാർത്തിയാനിയമ്മ മരിച്ചതെന്നുള്ള നിഗമനത്തിലേക്ക് എത്തിയത്. ഉടൻ തന്നെ കായംകുളം താലൂക്ക് ആശുപത്രിയിലേക്ക് കാർത്തിയാനിയമ്മയെ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തൽക്ഷണം മരിച്ചു എന്നുള്ളതാണ് ആശുപത്രിയിൽ നിന്നും ലഭിക്കുന്ന വിവരം. ഇപ്പോൾ വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് മൃതദേഹം മാറ്റിയിരിക്കുകയാണ്. ഈ ആറാട്ടുപുഴ മേഖലയിൽ ഇപ്പോൾ അപകടമുണ്ടായ അല്ലെങ്കിൽ ഈ തെരുവുനായ ആക്രമണം ഉണ്ടായ സ്ഥലത്ത് സാധാരണ അങ്ങനെ തെരുവുനായ ആക്രമണം ഉണ്ടാകുന്നതോ മുൻപ് അങ്ങനെ അനുഭവമൊന്നുമില്ല. പക്ഷേ സമീപ പ്രദേശങ്ങളിൽ തെരുവുനായ ആക്രമണം മുമ്പ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പഞ്ചായത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് ടെലിഫോൺ ലൈനിൽ വന്നിട്ടുണ്ട്. അല്ലമീൻ വരാം. ശ്രീ എൻ സജീവൻ, ഇപ്പോൾ കാർത്തിയാനിയുടെ മരണം അത് ഒരു ദാരുണമായ അന്ത്യം തന്നെയാണ്. ഈ സ്ഥലത്തെ ഈ സാഹചര്യം എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? ഇപ്പോൾ തെരുവുനായ മുഖം മുഴുവൻ കടിച്ചെടുക്കുന്ന രീതിയിൽ അവിടെ ആക്രമണം നടത്തുന്നു പറയുമ്പോൾ അവിടെ ആ പ്രദേശത്ത് അങ്ങനെ ഒരു ഭീഷണി ഉണ്ടായിരുന്നു നേരത്തെ? ആലപ്പുഴയിൽ നിന്നാണ് ഈ വാർത്ത. വൈകിട്ടാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ശ്രീ സജീവൻ, കേട്ടിരുന്നോ എന്റെ ചോദ്യം? ഈ ഭാഗത്ത് തെരുവ് നായ്ക്കളുടെ ആക്രമണം മുമ്പുണ്ടായിട്ടുണ്ടോ? വളരെ ദാരുണമായ സംഭവമുള്ള ഒരു പ്രായമായ സ്ത്രീ വീട്ടിലുള്ളപ്പോൾ വീടിന് മുറ്റത്ത് വെച്ചാണ് ഈ സംഭവം എന്നാണ് കേൾക്കുന്നത്. ജീവൻ നഷ്ടമാകുന്ന രീതിയിലേക്ക് നായുടെ കടിയേൽക്കുക എന്നൊക്കെ പറഞ്ഞാൽ ആ പ്രദേശത്ത് അത്തരം ഭീഷണി നേരത്തെ ഉണ്ടോ? അവിടെ ആ ഭാഗത്ത് ഇങ്ങനെ ആളുകളെ ആക്രമിച്ചിട്ടില്ല. എന്നാൽ അതിന്റെ കുറെ ദൂരെ മാറി ചില പ്രദേശത്ത് ചില ആളുകളെ ഓടിച്ചിട്ട് പട്ടി കടിച്ചിട്ടുണ്ടായിരുന്നു. ഈ കടിയേറ്റ വീടിന്റെ പരിസരം എന്ന് പറയുന്നത് ഒരു ജംഗ്ഷൻ പോലെയാണ്. അവിടെ 2-3 ചായക്കടകളും ഒരു മിൽമ പാർലറും അങ്ങനെയൊക്കെയുള്ള ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ വിൽക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ വല്യഴിക്കൽ പാലം എന്ന് പറയുന്ന ആ ടൂറിസം കേന്ദ്രത്തിലേക്ക് വരുന്ന ആളുകൾ, ഈ വണ്ടിയിലൊക്കെ വരുന്ന ആളുകൾ അവിടെ നിന്ന് വല്ല സ്നാക്സോ വല്ലതും ഒക്കെ കഴിച്ചിട്ട് അതിന്റെ അവശിഷ്ടം ഈ പട്ടിക്കൊക്കെ കൊടുക്കും. അങ്ങനെ ഒരു കേന്ദ്രീകരണം അവിടെ പട്ടിയിടുന്നുണ്ട്. അപ്പോ ഈ സംഭവം നടക്കുമ്പോൾ വീട്ടിൽ എന്ന് പറയുന്ന വേറെ ആരും ഇല്ല. മരണം ചോര വാർന്നാണ് മരണം. അതെ, കുറെ നേരം കഴിഞ്ഞിട്ടാണ്. അപ്പൊ അവിടെ പരിസരത്ത് ആരും സത്യത്തിൽ അറിഞ്ഞില്ല. ഞാൻ അന്വേഷിച്ചപ്പോ അവരാരും അറിഞ്ഞില്ല എന്നുള്ളതാണ്. ഈ പ്രായാധിക്യം കൊണ്ട് ഈ അമ്മയ്ക്ക് വിളി വെക്കാനോ ഒന്നും പറ്റിയതുമില്ല. പിന്നെ ഈ മൂടലും ഞരങ്ങലും ഒക്കെ കേട്ടിട്ട് തൊട്ടടുത്ത് നിൽക്കുന്ന ഈ മിൽമ പാർലറിലെ 2 പെൺകുട്ടികളാണ് ഇത് വേലിയുടെ മേളിൽ കൂടെ നോക്കുമ്പോഴത്തേക്ക് ഈ അമ്മ ഇങ്ങനെ കിടക്കുന്നത് കണ്ടത്. അങ്ങനെ അവരെല്ലാം കൂടെ ഓടി വന്ന് അടുത്തുള്ള ആ മിൽമ പാർലറിൽ തന്നെ ഒരു വണ്ടി ഉണ്ടായിരുന്നു, മിനി ടെമ്പോ വാൻ. അതിൻ്റെ അകത്ത് കയറ്റി ഈ മകനും മരുമകളും കൂടെ കയറി വണ്ടാനത്തേക്ക് പോകുന്ന വഴിക്ക് ആണ് മരണം സംഭവിക്കുന്നത്. എന്താണ് ഇപ്പോൾ അവിടുത്തെ പ്രദേശത്തെ ഒരു സാഹചര്യം എന്താണ്? ഈ തെരുവുനായെ കണ്ടെത്തിയോ? ആ പ്രദേശത്ത് ഇങ്ങനെ തെരുവുനായ താങ്കൾ പറഞ്ഞ തൊട്ടടുത്തല്ല, കുറച്ചപ്പുറത്തേക്ക് മാറി ഈ പ്രശ്നമുണ്ട് എന്ന് താങ്കൾ പറഞ്ഞു. അപ്പോൾ ഈ തെരുവുനായ ശല്യത്തിൽ പരാതി ഉണ്ടായിട്ടും നടപടികളൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. നമുക്ക് ഈ ABC പ്രോഗ്രാമിൽ സ്റ്റെറിലൈസേഷൻ പരിപാടിയെ നടത്താൻ പറ്റത്തുള്ളൂ. നമ്മള് ജില്ലാ പഞ്ചായത്തിൽ പൈസ അടച്ചിട്ട് കഴിഞ്ഞതിന്റെ അങ്ങേ വർഷം
ഈ കുടുംബശ്രീ വഴി അത് നടത്തിയതാണ്. 100 നായ്ക്കളോളം സ്റ്റെറിലൈസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇത് മുതുകുളം ബ്ലോക്കിലാണ് ഈ ആറാട്ടുപുഴ പഞ്ചായത്ത് പെടുന്നത്. അങ്ങനെ മുതുകുളം ബ്ലോക്കിന് 8 പഞ്ചായത്തിന് വേണ്ടി ഒരു ABC കേന്ദ്രം സ്ഥാപിക്കാനായിട്ടുള്ള സ്ഥലം വാങ്ങി ഈ വർഷം അതിന്റെ നിർമ്മാണ പ്രവർത്തനത്തിന് വേണ്ടി അതിനും ഞങ്ങൾ പഞ്ചായത്തെല്ലാം പൈസ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ അത് ഒന്ന് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ കൂടുതൽ നായ്ക്കളെ സ്റ്റെറിലൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഈ കാർത്യായനിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട എന്തൊക്കെയാണ് താങ്കൾക്ക് വിവരം നൽകാനാവുക? ഇപ്പോൾ അവരുടെ സ്വന്തം വീടല്ല, മകന്റെ വീട്ടിൽ വന്നതായിരുന്നു അല്ലേ? അതെ, കാർത്യായനി തകഴിയിലാണ് കുടുംബം. ഇവിടെ ഒരു മകൻ വന്നിട്ട് വല്ലിരിക്കലുള്ള ഒരു പെൺകുട്ടി വിവാഹം കഴിച്ച് പെൺകുട്ടിക്ക് ഷെയർ കിട്ടിയ സ്ഥലത്ത് വീട് വെച്ച് താമസിക്കുകയാണ്. അപ്പൊ അവിടെ ഇടയ്ക്കിടയ്ക്ക് ഈ അമ്മ വരും, സ്ഥിരമായിട്ടില്ല. കഴിഞ്ഞ ഓണത്തിന് വന്നിട്ട് പോയിട്ട് പിന്നെ ഇന്നലെയോ 2 ദിവസത്തിന് മുമ്പ് അങ്ങോട്ടാണ് വന്നത്. മകന്റെ വീട്ടിൽ ക്രിസ്മസ് ആഘോഷിക്കാൻ, ക്രിസ്മസ് അവധി ഒക്കെ ആഘോഷിക്കാൻ എത്തിയതാണെന്ന് വേണം മനസ്സിലാക്കാൻ. അവിടെ ആയിരിക്കും. അവിടെ ഈ ന്യൂ ഇയർ പരിപാടിയൊക്കെ ഈ വല്ലിരിക്കൽ ബീച്ചിൽ നടക്കുന്നുണ്ട്. ഏതായാലും ദുഃഖകരമായ വാർത്ത തന്നെയാണ് ശ്രീ സജീവൻ. വളരെ നന്ദി ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ആറാട്ടുപുഴ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പ്രതികരണമാണ് കണ്ടത്.